ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. ഒരുപാട് കണക്കുകൾക്ക് പകരം ചോദിക്കുന്നതിന് വേണ്ടിയാണ് താക്കറെയുടെ ശിവസേനയും കോൺഗ്രസും ശരത് പവാറിന്റെ NCPയും മത്സരിക്കാനിറങ്ങുന്നത്. എന്തായാലും വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ രംഗങ്ങൾ പലപ്പോഴും അതിനാടകീയമായ സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അങ്ങനെയൊരു കാഴ്ചയ്ക്കാണ് മഹാരാഷ്ട്രയിലെ ബാരാമതി ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിൽ സാക്ഷ്യം വഹിച്ചത്. പവാർ കുടുംബത്തിലെ രണ്ട് പ്രമുഖ വനിതകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ബാരാമതിയിൽ NCP ശരത് പവാർ പക്ഷത്തിന്റെ അവസാന തെരഞ്ഞെടുപ്പ് റാലി വൈകാരിക നിമിഷങ്ങൾ നിറഞ്ഞതായിരുന്നു. ശരത് പവാർ പതിവ് തെറ്റിച്ചാണ് റാലി നടത്തിയത് തന്നെ. കഴിഞ്ഞ 40 വർഷമായി ശരത് പവാർ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികൾ അവസാനിപ്പിക്കുന്നത് ബാരാമതി മണ്ഡലത്തിലെ ക്രിസ്ത്യൻ കോളനിയിലെ ഗ്രൗണ്ടിലാണ്. ഇവിടെ വെച്ച് കുടുംബത്തിന് ഉച്ചവിരുന്നും പവാർ ഒരുക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ഗ്രൗണ്ട് അജിത് പവാർ പക്ഷം ആദ്യം തന്നെ ബുക്ക് ചെയ്തിരുന്നതോടെ ശരത് പവാറിന് പിന്മാറേണ്ടി വന്നു. മറ്റൊരു ഗ്രൗണ്ട് തേടിയിറങ്ങിയ ശരത് പവാർ പക്ഷം കസ്ബയിലെ ഓൾഡ് മോർഗൻ റോഡിലെ ഗ്രൗണ്ടിൽ വെച്ചാണ് അവസാന റാലി നടത്തിയത്. ശരത് പവാർ അതിവൈകാരികമായ പ്രസംഗമാണ് ഇവിടെ നടത്തിയത്. മോദി സർക്കാർ അധികാര ദുർവിനിയോഗം നടത്തി എതിർത്തവരെയെല്ലാം അറസ്റ്റ് ചെയ്തതായി പറഞ്ഞ പവാർ മോദി ഏകാധിപത്യത്തിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നതെന്നും തുറന്നടിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണെന്നും രാജ്യത്തിന് പുതിയ ദിശാബോധം നൽകുമെന്നും ശരത് പവാർ അവിടെ കൂട്ടിച്ചേർത്തു. മറുവശത്ത് അജിത് പവാർ ആകട്ടെ മോദി സ്തുതികളാൽ തന്റെ പ്രസംഗം സമ്പുഷ്ടമാക്കി. ശരത് പവാർ പക്ഷത്തെ കടന്നാക്രമിച്ച അജിത് പവാർ മഹാരാഷ്ട്രയിൽ വികസനം കൊണ്ടുവന്നത് മോദിയാണെന്നും ഇത്തവണയും NDA സഖ്യം വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. റാലികളിൽ ആളെ കൂട്ടാൻ ഇരു പാർട്ടികളും വലിയ തോതിൽ ശ്രമിച്ചു. NCP ശരത് പവാർ പക്ഷത്തിന് ശക്തി പകരാൻ കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷവും മത്സരിച്ചപ്പോൾ അജിത് പവാർ പക്ഷത്തിന് BJPയിൽ നിന്നും ഷിൻഡെ പക്ഷത്തിൽ നിന്നും കാര്യമായ പിന്തുണ കിട്ടിയില്ല എന്നതാണ് പ്രധാനം. എന്തായാലും മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പതിഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ് ബാരാമതി എന്ന കാര്യത്തിൽ തർക്കമില്ല. NCPയുടെ സുപ്രിയ സുലെയെ നേരിടാൻ അജിത് പവാർ പക്ഷം രംഗത്തിറക്കിയത് അജിത്തിന്റെ ഭാര്യ സുനേത്ര പവാറിനെ തന്നെയാണ്. മറുവശത്ത് സുപ്രിയയ്ക്ക് വേണ്ടി ശരത് പവാർ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നു. 2004 വരെ ശരത് പവാർ പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ 9 മുതലാണ് സുപ്രിയ മത്സരിച്ചു തുടങ്ങിയത്. 2009 മുതൽ 19 വരെയും ജയം സുപ്രിയയ്ക്കൊപ്പമായിരുന്നു. ഇത്തവണ പക്ഷേ രണ്ട് NCPകളും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ മണ്ഡലത്തിലെ ജനങ്ങൾ ഏതു പക്ഷത്തെ തെരഞ്ഞെടുക്കുമെന്നത് ആവേശപൂർവമായ ഒരു ക്ലൈമാക്സിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. 1,55,774 വോട്ടിനാണ് കഴിഞ്ഞ തവണ സുപ്രിയ ഇവിടെ വിജയിച്ചു കയറിയത്.